ദേവികുളം മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നണി സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. രജ ഇന്ന് മൂന്നാറിലെ തോട്ടം മേഖലയിൽ വോട്ട് അഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി F. രാജയുടെ പ്രചരണാർത്ഥമുള്ള UDF ദേവികുളം നിയോജക മണ്ഡല കൺവെൻഷൻ നടന്നു. NDA സ്ഥാനാർത്ഥി S. രാജേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ അടിമാലി നടക്കും. വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേവികുളം മണ്ഡലത്തിലും മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണികളും തങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പഴുതടച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ച് പരമാവധി വോട്ട് നേടാനുള്ള കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി വോട്ട് നേടാനുള്ള ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികളൊക്കെയും. ഇന്ന് ദേവികുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി F. രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം UDF ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചകഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടുകൂടി ദേവികുളം പഞ്ചായത്ത് ഗ്രൗണ്ടിലായിരുന്നു UDFന്റെ ദേവികുളം നിയോജക മണ്ഡല കൺവെൻഷൻ നടന്നത്. പരമാവധി മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് പരമാവധി ആളുകളെ എത്തിച്ച് മണ്ഡലത്തിൽ തങ്ങളുടെ ഒരു ശക്തി പ്രകടനമായി കൂടി UDF നേതൃത്വവും UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിയുമൊക്കെ ഈ ഒരു നിയോജക മണ്ഡലം കൺവെൻഷനെ മാറ്റി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. രാജ ഇന്ന് മൂന്നാറിലെ വിവിധ തോട്ടം മേഖലകളിലൂടെ എത്തി തോട്ടം മേഖലയായിരുന്നു ഇന്ന് വോട്ട് അഭ്യർത്ഥന നടത്തിയത്. തെരഞ്ഞെടുപ്പിന് വളരെ കുറവ് ദിവസങ്ങൾ, വോട്ടെടുപ്പിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരിലേക്ക് എത്തി നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു ശ്രമമാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. രാജയും ഇന്ന് നടത്തിയത്. ദേവികുളം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി S. രാജേന്ദ്രനും ഇന്ന് വിവിധ മേഖലകളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെയാണ്. നാളെ അടിമാലി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും. BJP മുൻ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ മുൻ ഗോവ ഗവർണറുമായ PS. ശ്രീധരൻപിള്ളയാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ഈ കൺവെൻഷന് മുന്നോടിയായി അടിമാലി ടൗണിൽ NDAയുടെ ഒരു റോഡ് ഷോയും ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇനി ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടെടുപ്പിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു ശ്രമമാണ് മുന്നണികൾ ഒക്കെയും നടത്തുന്നത്. വിവിധ വിഷയങ്ങൾ ഇതിനോടകം മണ്ഡലത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഗോതയിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുന്നണികൾ ചർച്ചയാക്കുന്നുണ്ട്. ഭൂവിഷയം, അതുപോലെ വന്യജീവി വിഷയം, ഇതൊക്കെ LDFും NDAയും ചർച്ചയാക്കുമ്പോൾ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി അതിനെ പ്രതിരോധിച്ചാണ് LDFന്റെ ഒരു പ്രചാരണത്തിലുള്ള മുമ്പോട്ട് പോക്ക്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ഒഴുക്കും കൂടുതൽ ആവേശത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇന്ന് ആവേശം ഒട്ടും ചോരാതെ ഈ ഞായറാഴ്ച ദിവസം ആയതിട്ട് കൂടിയും പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ടാണ് ദേവികുളം മണ്ഡലത്തിലും 3 മുന്നണികളും മുമ്പോട്ട് കൊണ്ടുപോയത്.